വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി.എൽ. ശ്രീധരൻ. തോൽവി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു അസ്വസ്ഥതയാണ്. ഏത് പ്രായക്കാർക്കും ദുഃഖത്തോട് അത്ര ഇഷ്ടമുണ്ടാവില്ല. ഒരാകുലതയാണ് തോറ്റു എന്ന് പറയാൻ. ജയിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും തോറ്റു എന്ന അവസ്ഥ സ്വയം ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. തോൽക്കുന്നതിൽ സന്തോഷിക്കുന്നവർ എത്ര തന്നെ ഉണ്ടാവും? ജീവിതയാത്രയിൽ ജയത്തോടൊപ്പം പ്രാധാന്യമുള്ളതാണ് തോൽവി എന്ന് എത്ര പേർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും? അവിടെയാണ് സ്നേഹം എന്ന പദം അർത്ഥവ്യാപ്തി തേടുന്നത്. സ്നേഹം എന്നാൽ പങ്കിടലാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളവർ വിരളം. സ്നേഹിക്കാൻ കഴിയുക എന്നാൽ അറിയാൻ കഴിയുക, അവനവനെ മനസ്സിലാക്കാൻ കഴിയുക എന്നതുതന്നെയാണല്ലോ. ഒരു പ്രത്യേക ലക്ഷ്യവും പ്രത്യുപകാര ബോധവുമില്ലാതെ നിരുപാധിക സ്നേഹം, അൺകണ്ടീഷണൽ ലവ് കൊടുത്ത് ഹൃദയത്തിൽ കുടിയിരിക്കാൻ സാധിക്കുന്നിടത്താണല്ലോ അറിവിൻ്റെ അനന്തത വ്യക്തമാകുന്നത്, അനിഷേധ്യത ആഴത്തിൽ അനുഭവപ്പെടുന്നത്. സ്നേഹിച്ചിടുന്നു ഞാൻ ചെന്തളിർ ചാർത്തിനെ, സ്നേഹിച്ചിടുന്നു മണമെഴും പൂക്കളെ എന്നതുകൊണ്ട് കവിയുടെ സ്നേഹം വ്യക്തമാക്കപ്പെടുന്നുണ്ടല്ലോ. പ്രകൃതിയിലുള്ളതിനെയെല്ലാം തന്നോടടുപ്പിച്ചു നിർത്താൻ തനിക്ക് മനസ്സുണ്ട് എന്ന കലർപ്പില്ലാത്ത പ്രഖ്യാപനം കൂടിയാണല്ലോ അത്. ഒരർത്ഥത്തിൽ തോൽവിയുടെ ജയം കാണുന്നത് സ്നേഹത്തിലാണ്. തോൽവിയുടെ ആഘാതം കുറയുന്നത് അവിടെ സ്നേഹം മുഖം കാണിക്കുമ്പോഴാണ്. ഭൗതികമായിട്ടുള്ള എല്ലാം നേടിയാലും വേണ്ടത് നേടുന്നതിൽ പരാജയപ്പെട്ടാൽ തോൽവിയാണ് ഫലം എന്ന് വായിച്ചതിന് വലിയ അർത്ഥമാണെന്ന് തോന്നുന്നു. ജയത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണമെന്ന് ആഗ്രഹമുള്ളവർക്ക് സങ്കോചമോ അപകർഷബോധമോ ആത്മവിശ്വാസക്കുറവോ ഉണ്ടാവാം. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ അല്ലെങ്കിൽ അവരെ കണ്ടുകൊണ്ടാണ് അത്തരക്കാരുടെ പ്രവൃത്തികൾ. ഒരു ചെറിയ പരാജയം ആയാലും തൻ്റെ വ്യക്തിത്വത്തിന് മങ്ങലേൽപ്പിച്ചുവെന്നോ തൻ്റെ യാത്രയ്ക്ക് തടസ്സമായി എന്നോ കണ്ടാൽ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ കഴിഞ്ഞെന്നു വരില്ല. ജയത്തെയും തോൽവിയെയും സമചിത്തതയോടെ സമീപിക്കേണ്ടതാണല്ലോ. അല്ലാത്ത പക്ഷം തൻ്റെ തോൽവിക്ക് കാരണക്കാരായവരെ നിത്യശത്രുക്കളായി കാണുന്നു. അവരുമായി കലഹിക്കാനും തലമുറകളോളം വാശിയും വൈരാഗ്യവും കൊണ്ട് നടക്കാനും ചിലർക്ക് സാധിക്കുന്നത് അവരുടെ ചിന്താമണ്ഡലം ചെറുതായതുകൊണ്ടു തന്നെയാണ്. തന്നെക്കൊണ്ടിതൊന്നും സാധ്യമല്ലെന്നു ആത്മവിശ്വാസമില്ലാത്തവൻ വിചാരിക്കുന്നു. ആ പ്രവൃത്തിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ചിന്ത അവരെ ആഴത്തിൽ സ്വാധീനിക്കുന്നു. നിഷ്ക്രിയരായി, കർമ്മോത്സുകത നഷ്ടപ്പെട്ടവരായി കാണപ്പെടുന്നു. ക്ഷമ നശിച്ചവരായി ഇവർ മാറുന്നു. ഒന്നിനോടും താല്പര്യമില്ലാതെയും ഒന്നുമായി യോജിക്കാതെയും ഒറ്റതിരിഞ്ഞ പ്രകൃതം സ്വീകരിക്കുന്നവരായി മാറുന്നവർ. തോൽക്കുക എന്നാൽ ഉൾക്കൊള്ളുക എന്നതാണല്ലോ. ജയിച്ചയാളെ ഉൾക്കൊള്ളുകയും തനിക്ക് പറ്റിയത് എവിടെയാണെന്ന് വായിച്ച് വിലയിരുത്തുകയുമാണ് അത്. സ്വന്തമെന്ന് പറയാൻ സ്വപ്നം പോലും ഇല്ലാത്തവരെ അടുപ്പിച്ചു നിർത്താനും ആവും വിധം അവരെ ആത്മവിശ്വാസമുള്ളവരാക്കി തീർക്കാനും കഴിവിനനുസരിച്ച് കാര്യഗ്രഹണശേഷി സംഭാവന ചെയ്യാനും സമസ്ത ജീവനെയും സമഭാവനയോടുകൂടി കാണാനും ജയവും തോൽവിയും പഠിപ്പിക്കുന്നു. ഇവിടെയാണ് തോൽവി ജയിക്കുന്നത്. ഒപ്പം ജീവിതവും. മക്കളുടെ മുമ്പിൽ അമ്മ എത്രയോ തവണ തോറ്റിരിക്കുന്നു. അവരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള തോൽവി. സമയം നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് ജീവിതത്തിൽ. സമയത്ത് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ഇപ്രാവശ്യത്തെ വിളവൊന്നും ശരിയായില്ല എന്ന് ഒരു കർഷകൻ പറയുമ്പോൾ വിത്തിടലിൻ്റെയും വളം ചെയ്യലിൻ്റെയും വെള്ളം നൽകലിൻ്റെയും ഒക്കെ പ്രാധാന്യമാണല്ലോ പ്രസ്താവ്യമാകുന്നത്. ജീവിതത്തെ അറിയാനും പഠിക്കാനും വേണ്ടതുപോലെ തിരുത്തൽ വരുത്താനും തയ്യാറാവാനുള്ള ശ്രമം അത്യന്താപേക്ഷിതമാണ്. അവനവന് വേണ്ടിയുള്ള ആ ചിന്ത ആഴത്തിലുണ്ടായാൽ ദുഃഖത്തെ ഒരളവോളം അകറ്റി നിർത്താം എന്നതത്രേ ശരി. അവനവനിൽ തന്നെയുള്ള നല്ല ഗുണങ്ങളെ പോഷിപ്പിക്കുകയും ദുഃഖഹേതുവായവയെ പരിത്യജിക്കുകയും ചെയ്യുമ്പോൾ സന്തോഷ സന്താപങ്ങളെ നിർമ്മമതയോടുകൂടി സ്വീകരിക്കാൻ തയ്യാറാവുമ്പോൾ സ്വാസ്ഥ്യമുണ്ടാകുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു മാനസിക വികാസവും. പി.എൽ. ശ്രീധരൻ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.